എല്ലാവർക്കും നമസ്കാരം. ഇറ്റലിയിൽ ജോലി അന്വേഷിക്കുന്ന എല്ലാവരിലേക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ എത്തിക്കുന്നതിനാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇപ്പോൾ ഇറ്റലി ഫ്ലൂസി വിസ, അതായത് വർക്ക് വിസയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്ന പ്രീ ഫില്ലിംഗ് ടൈം നടക്കുകയാണ്. ഈ ഒരു സമയത്ത് തന്നെയാണ് ഇറ്റലിയിലെ വെയർഹൗസ് കമ്പനികളിൽ പലതിലും പുതിയ വർക്കേഴ്സിനെ സെർച്ച് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ശരിയായ കമ്പനിയും ശരിയായ ആപ്ലിക്കേഷൻ മെത്തേഡും അറിയാത്തത് കൊണ്ട് പലർക്കും അവസരം നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഇറ്റലിയിലെ 50ഓളം വെരിഫൈഡ് വെയർഹൗസസ് ആൻഡ് ലോജിസ്റ്റിക് കമ്പനികളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്കുകൾ ഒന്നാകെ തയ്യാറാക്കി വന്നിരിക്കുന്നത്. ഇതെല്ലാം ജെനുവിൻ കമ്പനികളാണ്, ഡയറക്റ്റ് ആയിട്ട് ഹയറിംഗ് ചെയ്യുന്നവ. ഇനി ഇവിടെ നിങ്ങൾക്ക് ഏജൻസി ചാർജസ് ഇല്ല, മിഡിൽമാൻ ഇല്ല, സ്കാമുകളില്ല. അപ്പോൾ ഇന്ന് നമ്മൾക്ക് നോക്കാം ഈ 50 ലിങ്കുകൾ ഉപയോഗിച്ച് എങ്ങനെ കരിയർ പേജുകൾ കണ്ടെത്താം, വെയർഹൗസ് ജോബുകൾ എങ്ങനെ സെർച്ച് ചെയ്യാം, എങ്ങനെ ഡയറക്റ്റ് HR കോൺടാക്ട് ചെയ്യാം, ഫ്ലൂസി വിസയ്ക്കായിട്ട് എങ്ങനെ ശരിയായി അപ്ലൈ ചെയ്യാം. ഇങ്ങനെ തുടങ്ങി വ്യൂവേഴ്സിൻ്റെ ഇടയിൽ നിന്ന് വന്ന എല്ലാ സംശയത്തിനുള്ള ഉത്തരം ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നൽകുന്നു. അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഒപ്പം കമന്റ് സെക്ഷൻ്റെ അടുത്തുള്ള ഹൈപ്പും കൂടി അമർത്താൻ മറക്കരുത്. കൂടെ തന്നെ ഇനിയും ഇതുപോലെ ഇറ്റലിയുടെ റിയൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഇറ്റലിയിലെ വെയർഹൗസ് ജോബ് സിസ്റ്റത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാനൊന്ന് സിമ്പിളായിട്ട് പറഞ്ഞു വയ്ക്കാം. ഫ്ലൂസി വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിനും ഡയറക്റ്റ് ഹയറിംഗ് നടത്തുന്നതിനും ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇറ്റലിയിലെ വെയർഹൗസ് ജോബുകൾ ഏറ്റവും കൂടുതൽ ആവശ്യമായ മേഖലയാണ്. ഇറ്റലിയിൽ ഉടനീളമുള്ള ആമസോൺ, DHL, BRT, GLS പോലെയുള്ള വലിയ കമ്പനികളുടെ ഒരുപാട് വെയർഹൗസസ് ഇവിടെയുണ്ട്. ഇവരുടെ ഡെയിലി ഓപ്പറേഷൻസ്, പാർസൽ സോർട്ടിംഗ്, പാക്കിംഗ്, ലോഡിംഗ്, അൺലോഡിംഗ് ഇവയിലേക്കൊക്കെ ഫോറിൻ വർക്കേഴ്സിന്റെ ആവശ്യം വരും. ഇനിയുള്ളത് ഈ ജോലികൾക്കൊന്നും ഹൈ എഡ്യൂക്കേഷൻ വേണ്ട എന്നുള്ളൊരു കാര്യമാണ്. ഈ ഒരു ജോലിക്ക് ഹൈ എഡ്യൂക്കേഷനോ വലിയ എക്സ്പീരിയൻസോ ഒന്നും തന്നെ ആവശ്യമില്ല. ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷും അതുപോലെ ബേസിക് ഇറ്റാലിയനും അറിഞ്ഞിരുന്നാൽ മതി. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണോ എങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇവിടെ ജോബ് ചാൻസസ് കൂടുതലാണ്. ഇനി ഇവിടുത്തെ കമ്പനീസിൽ ഫോറിൻ വർക്കേഴ്സിന് വേണമെന്ന് പറയുന്നതിനുള്ള പ്രധാന കാരണം ഇറ്റലിയിലെ പല റീജിയൻസിലും ലോക്കൽ വർക്കേഴ്സ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വെയർഹൗസ് കമ്പനികളുടെ ഇടയിൽ നിരന്തരം റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. ഇനി നോക്കാം ഫ്ലൂസി വിസ ടൈമിൽ ഹയറിംഗ് മെമ്പേഴ്സ് വളരെയധികം കൂടാനുള്ള കാരണം എന്തെന്ന്. ഈ ഒരു ഫ്ലൂസി വിസ പീരീഡിൽ ഗവൺമെൻറ് കമ്പനികൾക്ക് വർക്കേഴ്സിൻ്റെ ഡിമാൻഡ് സബ്മിറ്റ് ചെയ്യാൻ പെർമിഷൻ കൊടുക്കും. അപ്പോൾ ഈ സമയമാണ് നിങ്ങളെപ്പോലെയുള്ള കാൻഡിഡേറ്റ്സിന് ഡയറക്റ്റായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ വെയർഹൗസ് കമ്പനികളിൽ ഡയറക്റ്റ് റിക്രൂട്ടിംഗ് തന്നെയായിരിക്കും നടക്കുക. കരിയർ പേജുകൾ വഴി അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ HR ഇമെയിലിൽ CV അയയ്ക്കുക. ഇതാണ് മെയിനായിട്ടുള്ള മെത്തേഡ്. ഇവിടെ മിഡിൽമാൻ ഇല്ല, ഏജന്റ് ഇല്ല. അപ്പോൾ ഇതാണ് ജോബ് സിസ്റ്റത്തിൻ്റെ ഒരു ബേസിക് ഐഡിയ. ഇത് മനസ്സിലാക്കിയ ശേഷം ഞാൻ നിങ്ങൾക്ക് നൽകുന്ന 50 വെരിഫൈഡ് കമ്പനീസിൻ്റെ വെബ്സൈറ്റ് ലിങ്കിൽ സിമ്പിളായി ഉപയോഗിച്ച് ജോബിന് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്കും കഴിയും. ഇനി ഞാൻ പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. ഞാൻ നൽകുന്ന 50 കമ്പനികളുടെ വെബ്സൈറ്റുകൾ എങ്ങനെ ശരിയായി ഓപ്പൺ ചെയ്യണം, എങ്ങനെ കരിയർ പേജ് കണ്ടെത്തണം, അതിൽ വെയർഹൗസ് ജോബിനെ എങ്ങനെ സെർച്ച് ചെയ്യണം എന്നാണ്. അപ്പോൾ നമുക്കതൊന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. സ്റ്റെപ്പ് 1, ലിങ്ക് ഓപ്പൺ ചെയ്യുക. 50 കമ്പനികളിൽ നിന്ന് ഒരു കമ്പനിയുടെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. വെബ്സൈറ്റ് ഓപ്പൺ ആയാൽ ഹോം പേജ് കാണും. ഇവിടെ നിന്നാണ് ജോബ് സെർച്ച് തുടങ്ങുന്നത്. ഇനി സ്റ്റെപ്പ് നമ്പർ 2, ലവോറോ con noi അങ്ങനെ എഴുതിയിട്ടുള്ള ഒരു സെക്ഷനുണ്ട്, അത് കണ്ടെത്തുക. ഇറ്റാലിയൻ വെബ്സൈറ്റുകളിൽ കരിയറിൻ്റെ സെക്ഷൻ പല പേരുകളിലായിരിക്കും കാണുക. അതിൽ മെയിനായിട്ട് കാണുന്ന കുറച്ച് പേരുകൾ ഞാൻ മുകളിൽ കൊടുക്കുന്നു, ഒന്ന് നോട്ട് ചെയ്യുക. സൈറ്റിൻ്റെ ടോപ്പ് മെനുവിലോ ബോട്ടം ഫൂട്ടറിലോ ഈ ഒരു ബട്ടൺ സാധാരണയായിട്ട് കാണും. ഇനി സ്റ്റെപ്പ് നമ്പർ 3, കരിയേഴ്സ് പേജ് ഓപ്പൺ ചെയ്ത് ജോബ് സെർച്ച് ചെയ്യുക. കരിയർ പേജ് ഓപ്പൺ ചെയ്താൽ സെർച്ച് അല്ലെങ്കിൽ ഫിൽറ്റർ ബോക്സ് കാണും. അവിടെ ടൈപ്പ് ചെയ്യുക വെയർഹൗസ്, മഗസീനിയേറെ, ലോജിസ്റ്റിക്ക, പാക്കിംഗ്, പിക്കിംഗ് ഇതെല്ലാം ടൈപ്പ് ചെയ്താൽ കമ്പനിയിൽ നിന്നുള്ള അവൈലബിൾ വെയർഹൗസ് ജോലികൾ നിങ്ങൾക്ക് നേരിട്ട് കാണാം. ഇനി സ്റ്റെപ്പ് നമ്പർ 4, ലൊക്കേഷൻ ഫിൽറ്റർ ഉപയോഗിക്കുക. ഇറ്റലിയിലെ ജോബ് ലൊക്കേഷൻ റീജിയൻസ് ആണ് കൊടുക്കേണ്ടത്. മിലാനോ, ടൊറീനോ, ബൊളോഞ്ഞ, റോമ ഇങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് ഏത് ഏരിയയിലേക്കും അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് സ്റ്റെപ്പ് നമ്പർ 5, ജോബ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. അത് മനസ്സിലാക്കുക. അതിലൊരു ജോബ് ഓപ്പൺ ചെയ്താൽ
അവ ചെക്ക് ചെയ്യണം. അതായത് അതിൻ്റെ റൂള്, ഷിഫ്റ്റ്, സ്കിൽ റിക്വയർഡ്, കോൺട്രാക്ട് ടൈപ്പ്, ലൊക്കേഷൻ, ലാംഗ്വേജ് ലെവൽ, റെസ്പോൺസിബിലിറ്റീസ്. നിങ്ങളൊരു ജോലിക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. സ്റ്റെപ്പ് നമ്പർ 6, അപ്ലൈ നൗ ബട്ടൺ. ഇത് ജോബ് പേജിൻ്റെ താഴെ അപ്ലൈ ഓർ സബ്മിറ്റ് ആപ്ലിക്കേഷൻ ബട്ടൺ കാണും. അത് ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്യുക. ഇനി സ്റ്റെപ്പ് നമ്പർ 7, വെബ്സൈറ്റിൽ HR ഇമെയിൽ കാണുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് നിങ്ങളുടെ കമ്പനി വെബ്സൈറ്റിൻ്റെ കോൺടാക്ട് സെക്ഷനിൽ റിക്രൂട്ട്മെൻറ്റ് ഇമെയിൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ ഇമെയിൽ കാണും. അതിലേക്ക് നിങ്ങളുടെ CV അയച്ചാൽ നിങ്ങളുടെ ചാൻസസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് 50 വെബ്സൈറ്റുകളുടെ ലിങ്കുകൾ ഉപയോഗിച്ച് കരിയർ പേജ് കണ്ടെത്തി വെയർഹൗസ് ജോബുകൾ സെർച്ച് ചെയ്യുന്നത്. ഇനി നോക്കാൻ ഡയറക്റ്റായിട്ട് HR കോൺടാക്ട് ചെയ്യുന്നത്. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ജോബ് പേജ് ഓപ്പൺ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്ലൈ നൗ അല്ലെങ്കിൽ സബ്മിറ്റ് ആപ്ലിക്കേഷൻ ബട്ടൺ. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആവശ്യമായ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം. അത് വരിക നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, പാസ്പോർട്ട്, ID കോപ്പി, CV, കോൺടാക്ട് ഇൻഫോ, നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ്, ലാംഗ്വേജ് സ്കില്ല്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ ഫില്ല് ചെയ്യണം. ഇനി അടുത്തത് കമ്പനി വെബ്സൈറ്റുകളിൽ കോൺടാക്ട്, റിക്രൂട്ട്മെൻറ്റ് ഇമെയിൽ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്ന് HR ഇമെയിൽ എടുത്തതിന് ശേഷം ഡയറക്റ്റായി തന്നെ മെയിൽ അയയ്ക്കുക. ഇതിലേക്ക് അയക്കേണ്ട മെയിലിൻ്റെ ഡീറ്റെയിൽസും മോഡലും എല്ലാം നമ്മൾ തൊട്ട് മുൻപിലുള്ള വീഡിയോയിൽ ഞാൻ നൽകിയിട്ടുണ്ട്. അത് കണ്ടു നോക്കുക, അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ആൻഡ് ട്രാക്ക് കൊടുക്കുക. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അത് ട്രാക്ക് ചെയ്യുക. കമ്പനി നെയിം, ജോബ് ലിങ്ക്, CV സെൻഡ് ഡേറ്റ്, HR ഇമെയിൽ സെൻഡ് ഡേറ്റ്, ഫോളോ അപ്പ് ഡേറ്റ്, സ്റ്റാറ്റസ്, ഇതുപോലെയുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ട്രാക്ക് ചെയ്താൽ ഫ്യൂച്ചർ ഫോളോ അപ്പ് വളരെ ഈസി ആയിരിക്കും. ഇനി നിങ്ങളുടെ ഫോളോ അപ്പ് ഇമെയിൽ അത് 2-3 ദിവസത്തിന് ശേഷം പൊളൈറ്റ് ഫോളോ അപ്പ് അയക്കും. ഇത് നിങ്ങളുടെ ജോബ് ചാൻസസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇതുപോലെ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് HR കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലൂസി വിസ പീരീഡിൽ ഏജൻസി ഇല്ലാതെ സ്കാം ഒഴിവാക്കി ഇറ്റലിയിലെ വെയർഹൗസ് ജോബുകളിൽ സെക്യൂറായിട്ട് നിങ്ങൾക്കും ജോലി നേടാം. ഇനി ഇറ്റലിയിൽ വെയർഹൗസ് ജോബുകളെക്കുറിച്ച് ഇതിൻ്റെ ഏജ് ലിമിറ്റ്, സാലറി ലെവൽ, ഒപ്പം തന്നെ വെയർഹൗസ് ജോബ് ചെയ്യുന്ന ഒരാൾക്ക് ഫാമിലി വിസ ലഭിക്കുമോ എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ മുൻപുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. വെയർഹൗസ് ജോബിൻ്റെ പാർട്ട് 1, പാർട്ട് 2 തുടങ്ങിയ വീഡിയോകളിൽ ഡീറ്റെയിൽഡ് ആയിട്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കുകൾ കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം, കണ്ടു നോക്കുക. ഒപ്പം ഇറ്റലിയിലെ 50 വെരിഫൈഡ് വെയർഹൗസ് കമ്പനികളുടെ വെബ്സൈറ്റ് ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ നോക്കുക. ഈ ഒരു ഫ്ലൂസി വിസ പീരീഡ് മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക. ഒപ്പം തന്നെ ഇറ്റലിയിലേക്കൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവരോടും ഗ്രാസിയെ, അരിവതെ ഇറച്ചി.